ഹലോ നമസ്കാരം. നമ്മൾ ഇന്നൊരു ട്രൈ ആണ് കേട്ടോ ചെയ്യുന്നത്. അതായത് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഒരു അച്ചാർ വയ്ക്കണമെന്ന്. അപ്പം വേറെ അച്ചാറല്ല, മീനച്ചാർ. രാവിലെ തന്നെ പോയിട്ട് ചെമ്പക്കര മാർക്കറ്റിൽ നിന്നും പിടിച്ച മീനാണിത്. പിടിച്ചതല്ല, വാങ്ങിച്ച മീനാണിത്. 2.5 കിലോ 3 കിലോ തൂക്കം ഉണ്ടാവും. ഞാൻ ആദ്യം ട്രൈ ചെയ്തു മീനൊന്ന് വെട്ടി നോക്കാമെന്ന്. പക്ഷെ നടന്നില്ല. അതുകൊണ്ട് ഞാൻ അമ്മയുടെ കയ്യിൽ കൊടുത്തു. അമ്മ മീനിപ്പോൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തല ഇങ്ങനെ വെട്ടി, തല വെട്ടുമ്പോൾ തന്നെ അറിയാം നമ്മൾ ബ്ലഡൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നല്ല ഫ്രഷ് മീനാണത്. അപ്പോൾ മീനിൻ്റെ തലയും ബാക്കി പാർട്സും രണ്ടാക്കിയിട്ട് നമ്മൾ വെട്ടുന്നുണ്ട്. അപ്പോൾ അമ്മ തല രണ്ടായിട്ട് ആക്കിയിട്ടുണ്ട്. ഇത് കേര മീനാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കേരമീൻ നല്ല പീസായിട്ടുണ്ട്. അച്ചാറിൻ്റെ പീസിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്ര വലിയ പീസും അല്ല, ചെറിയ പീസും അല്ല. അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഞാൻ സാധാ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ കുറച്ചധികം ചേർക്കുന്നുണ്ട്. അപ്പോൾ കളറും എരിവും ഒക്കെ ബാലൻസ്ഡ് ആയിട്ട് പോയിക്കോളും. നമ്മുടെ ഒരു കണക്കിൻ്റെ ഒരു പാകത്തിനാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള അളവില്ല, മീനിൻ്റെ ഒരു കണക്കിനനുസരിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഉപ്പാണ്. ഉപ്പ് ഞാനൊരു 1.5 സ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത്രയും പൊടികളാണ് ചേർത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതായത് കാശ്മീരി ചില്ലി പൗഡർ, ദെൻ ഉപ്പ്. ഞാൻ പിന്നെ കുറച്ച് ഫിഷ് മസാലയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഫിഷ് മസാല ചേർത്തിട്ടുണ്ടെങ്കിൽ മീനിന് കുറച്ച് സോഫ്റ്റായിട്ടിരിക്കും, ടേസ്റ്റായിട്ടിരിക്കും. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് നല്ലെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും ഐറ്റംസ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. 1/2 അവർ to 1 അവർ വെക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്കിതിനേക്കുള്ള ഐറ്റംസ് എടുക്കുകയാണ്. ഇഞ്ചി, വെളുത്തുള്ളി ഞാനിപ്പോൾ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസുകളായിട്ടാണ് ചോപ്പ് ചെയ്തിരിക്കുന്നത്. വെളുത്തുള്ളി കുറച്ച് നീളത്തിലും ഇഞ്ചി കുറച്ച് സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ 2 ഐറ്റംസും റെഡിയാണ്. ഇനി മെയിൻ പാർട്ട് ഞാൻ ഇതിനകത്ത് അടുപ്പിലാണ് വെക്കുന്നത്. വിറകടുപ്പിലാണ് ഞാൻ ഉരുളി വെച്ചിട്ടുണ്ട്. ഉരുളി ചൂടാകുമ്പോഴത്തേക്കും നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. വെളിച്ചെണ്ണേക്കാളും കൂടുതൽ നല്ലെണ്ണയായിരിക്കും നമുക്ക് യൂസ് ചെയ്താൽ നല്ലത്. നമ്മൾ വറുക്കാനും പിന്നെ അത് വഴറ്റാനുള്ളതും ഒക്കെ ആയിട്ട് നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നല്ലെണ്ണ, അത് വെള്ളെണ്ണ എന്നൊക്കെ പറയും, രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ റെസ്റ്റ് ചെയ്ത് നമ്മൾ പൊടികളൊക്കെ തിരുമ്മി വെച്ചിരുന്ന മീൻ ഇതിനകത്തേക്ക് നമ്മൾ വറുക്കാനായിട്ട് വിട്ടു കൊടുക്കുകയാണ്. നമ്മളിതിപ്പോൾ ഒന്ന് സ്പീഡപ്പ് ആക്കിയിട്ടുണ്ട്. നമ്മൾ മീൻ വറുത്ത് ഒരു മൊരിഞ്ഞ് നല്ലൊരു പാകമാകുമ്പോഴത്തേക്കും നമുക്ക് വറുത്ത് കോരിയെടുക്കാം. എല്ലാ മീനും ഇതേപോലെ തന്നെ ഓരോരോ ട്രിപ്പുകളായിട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കാവുന്നതാണ്. എന്നിട്ട് ബാക്കി വരുന്ന എണ്ണയിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. കറിവേപ്പില നമ്മൾ ചോപ്പ് ചെയ്തിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ വെളുത്തുള്ളി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കും. നമ്മൾ എടുത്തിരിക്കുന്ന എണ്ണ നമ്മൾ മീൻ വറുത്തതിൻ്റെ ബാലൻസ് എണ്ണ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളി മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പച്ചമുളക് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. ഒരു 3, 4, 5 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ കുറച്ചൊരു പോർഷൻ എനിക്ക് വിട്ടു പോയിട്ടുണ്ട് വീഡിയോയിൽ. അതായത് ഞാൻ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി നമ്മളൊരു വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ആ മിക്സാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഡയറക്റ്റായിട്ട് ചേർക്കുന്നതിനേക്കാളും വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇത് കായത്തിൻ്റെ പൊടിയാണ്. കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് റെസ്റ്റ് ചെയ്യാം. കൊടുത്ത് കുറച്ച് നേരം ഒന്ന് വഴറ്റി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വറുത്ത് വെച്ച മീൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ചാർ റെഡിയാണ്. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിരിക്കുകയാണ്. സിമ്പിൾ ടേസ്റ്റി ഫിഷ് പിക്കിൾ.